ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10th മെയിൻസ് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് നമ്മൾ ടെലഗ്രാമിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എല്ലാ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് മൊഡ്യൂൾ വൈസ് തീർത്ത് തരുന്നുണ്ട്. SCERT പ്ലസ് NCERT ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഫീസൊന്നും അടയ്ക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് മെസ്സേജായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ഗോവ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ V ഹരിനായർ. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം. ലിഗ്നോസാറ്റ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് 2023 സെപ്റ്റംബർ 28. MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് 2023 സെപ്റ്റംബർ 28. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? സ്നേഹക്കൂട്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം? 2023. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതരായതാണ് രുചിര കമ്പോജ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായതാരാണ്? രുചിര കമ്പോജ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. നിലവിലെ ISRO ചെയർമാന് സോമനാഥ് മാറിയിട്ട് ആരായി? V നാരായണനായി. നിലവിലെ ISRO ചെയർമാൻ ആരായി? V നാരായണൻ. രണ്ടായിരത്തി 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ ആരാണ്? 51ാമത്തതാണ്. അയാൾ മാറിയിട്ടുണ്ട്. DY ചന്ദ്രചൂഡ് മാറിയിട്ടുണ്ട്. ഇത് നേരത്തെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്.
ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നതാണ് പ്രഗ്യാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? ബ്രസീൽ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? ബ്രസീൽ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? മംഗൾയാൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? തൃശ്ശൂർ. കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.